ഇനി 10 കിലോമീറ്റർ ഉണ്ട് ഗവി. ഇനി ഇവിടെ നിന്ന് 10 കിലോമീറ്റർ. ഞാൻ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെ കൊണ്ടുപോകുന്ന വഴിക്ക് അതൊന്നും കണ്ടാൽ നിങ്ങൾ ചാടി ഇറങ്ങി വെളിയിൽ നിൽക്കരുത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും എന്നാ പറയുന്നത്. ഇപ്പോൾ കാട്ടിന്റെ ഉള്ളിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ആന പോയ പാടാണ്, ആനയുടെ കാലിന്റെ പാട്. വിളിക്കണ സൗണ്ട്. ഈ കാട്ടിനകത്ത് ആന മാത്രമേ ഉള്ളൂ, അതേ വേറെ കടുവയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വനത്തിനുള്ളിലാണ്. വനം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ഗവിയിൽ വരണമെന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഗവിയിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്താണ് ഇവിടെ എത്തിയത്. ഒരാൾക്ക് 70 രൂപയാണ് ചാർജ് ആവുന്നത്. അങ്ങനെ ഞങ്ങളിപ്പം ഇവിടെ വന്ന് ഈ കാണുന്ന ആ തൊട്ട് ബാക്കിൽ കാണുന്ന അവിടെ കുറച്ച് വണ്ടി കിടപ്പുണ്ട്. അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടെ പോയി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുക്കണം. നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ അത് വെച്ച് നമ്മൾ ആദ്യം ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. വണ്ടി അകത്തോട്ട് കയറുക, നമ്മുടെ സ്വന്തം വണ്ടി അകത്തോട്ട് കൊണ്ട് കയറുന്നതിന് നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് വണ്ടി നമ്പറും ഡീറ്റെയിൽസും നമ്മൾ പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. ഒരാൾക്ക് 70 രൂപ വെച്ചിട്ട്. പിന്നെ ഒരു ദിവസം 30 വാഹനം മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു KSRTC ബസ് അവിടെ പോകുന്നുണ്ട്. അവിടെ നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസുണ്ട്, ഒരു ചെക്ക് പോസ്റ്റാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുക്കണം ഒരു പേപ്പറിനകത്ത്. നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, എമർജൻസി കോൺടാക്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പാസ് തരും അവർ. അപ്പോൾ ഇതും കൊണ്ട് നമ്മളിപ്പോൾ നേരെ വനത്തിനുള്ളിലേക്ക് കയറാൻ പോകണം. അപ്പോൾ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, വനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് പുറത്തിറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇറങ്ങേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ടാവും, ആ ഭാഗത്ത് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങരുത്. പിന്നെ അതിനൊക്കെ തന്നെ പുലികൾ, കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ വേണോ പതുങ്ങിയിരിക്കാം, ഡേഞ്ചറാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് പുറത്തൊന്നും ഇറങ്ങരുതെന്ന് ഇവിടെ നിന്ന് നമുക്ക് നിർദ്ദേശമുണ്ട്. പിന്നെ എല്ലാ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ ഇറങ്ങി നിൽക്കും, ആ സ്ഥലത്ത് മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അകത്തോട്ട്, അത് വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 3 പേരാണ് ഇന്നത്തെ ഗവി ട്രിപ്പിലേക്ക് ഉള്ളത്. മാമനും ഞാനും പിന്നെ കിഷോറണ്ണനും. അപ്പോൾ നമുക്ക് നേരെ ഗവി പോകാം. മാമൻ തൊപ്പിയൊക്കെ ശരിയുണ്ട്. മാമൻ്റെ കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണല്ലേ, ഇന്നാണ് നടന്നത്. നമ്മൾ ഡ്രൈവിങ് ചേഞ്ച് ചെയ്ത് ഇപ്പം മാമ ഓടിക്കണം, ഞാൻ ഷൂട്ട് ചെയ്യുന്നു. ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നതിന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ചേഞ്ചായി. അതാ ഗവിയുടെ ഗേറ്റ് തുറന്ന് ഗവിയുടെ ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ അവിടെയാണ് അവരുടെ ചെക്ക് പോയിന്റ്. അവിടെ നമ്മൾ ഈ പാസും കൊണ്ട് പോകണം. നേരത്തെ എടുത്ത പാസുമായിട്ട് ഒരാൾ പോകണം. നമ്മൾ വണ്ടി അകത്തോട്ട് കയറ്റിയാണ്. ഇതിനകത്തോട്ട് കയറിയിരുന്നു, കാട്ടിൻ്റെ അകത്തോട്ട്. ഇപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കാടാണ്. ഗേറ്റ് അടയുകയും ചെയ്തു. ആ ഭാഗത്തായിട്ട് എന്തൊക്കെയോ അനക്കങ്ങളൊക്കെ തട്ടുന്നുണ്ട്. എന്താണ്, കുരങ്ങന്മാരായിരിക്കാനാണ് ചാൻസ്. പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ മാമനും മറ്റു കിഷോറണ്ണനും ഇവിടെ നേരെ നമ്മൾ നേരത്തെ എടുത്ത പാസ് കാണിക്കാനായിട്ട് പോയി. അവിടെ പോയി ആ പാസ് ഇവിടെ കാണിക്കണം. അവരായിട്ട് അവർ പോയി, ഞാൻ വണ്ടിക്കകത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് വരക്കില്ല, നമ്മളിതൊഴി തിരിച്ച് പോകാറില്ല. ഈ റോഡ് നേരെ ചെന്ന് അടുത്ത ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മളങ്ങ് പോവുകയാണ്. തിരിച്ച് റിട്ടേൺ ഇല്ല. അതായത് 6 മണിക്കുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 8:30 നമുക്ക് ഇതിനകത്ത് അവിടെ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് ചെക്ക് പോയിന്റിൽ നിന്ന് നമുക്ക് പാസ് എടുക്കണം. ഓൺലൈൻ എടുക്കാത്തവർക്ക് അവിടെ വന്ന് പാസ് എടുക്കാം. പിന്നെ വണ്ടിയുടെ വലിയ തിരക്കൊന്നുമില്ല. 30 വാഹനങ്ങൾ ഒരു ദിവസം അവർ കടത്തി വിടും. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് 30 വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ തിരക്ക് വളരെ കുറവാണ്. അപ്പോൾ വേറെ ആൾക്കാർക്കൊക്കെ വരാറില്ല. അവിടെ വന്നിട്ട് പാസ് എടുക്കാമെന്നും ഒരു KSRTC ഡ്രൈവറോടെ ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ, നമ്മൾ പുറത്തിറങ്ങരുതെന്നാണ് മാക്സിമം പറയുന്നത്. കൂടുതലും മാക്സിമം വണ്ടിക്കകത്തിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ബൈക്ക്, 3 വീലർ 2 വീലർ ഒന്നും നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല അവർ. 4 വീൽ മാത്രമേ ഉള്ളൂ. പിന്നെ ബസ്, KSRTC ബസ് അല്ലെങ്കിൽ ട്രാവലർ. നമുക്ക് കുറച്ച് തൊട്ട് മുമ്പേ ടെമ്പോ ട്രാവലറിൽ കുറച്ച് ഫാമിലിയൊക്കെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. അപ്പം എന്താണ്, മാക്സിമം അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളൊന്നും പുറത്തിറങ്ങുന്നില്ല. പിന്നെ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ആൾക്കാർ ഇറങ്ങി നിൽക്കും, അവിടെ മാത്രമേ ഇറങ്ങാവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. നമ്മൾ കാണൂല. ഉള്ളിലോട്ട് എത്ര മണിക്കാണ് സാധാരണ കാണാൻ പറ്റുന്നത്?
കിടക്കുമെന്ന് പറഞ്ഞു രാവിലെ. ഓ രാവിലെ. അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ബസ് സ്റ്റാൻഡിൽ പോകുന്നതിന് മുമ്പ്. ഓക്കെ. പിന്നെ അങ്ങോട്ട് ഞാൻ റോഡർ മീക്കത്തില്ല, അങ്ങോട്ട് ചുറ്റും മാറി. അപ്പൊ നമ്മുടെ വഴിയിൽ അവിടെ കുറച്ച് ജോലിക്കാർ ഇന്ന് അങ്ങനെ അവരോട് മാമൻ സംസാരിച്ച് അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ സ്ഥലത്ത് ഈ ഒരു പരിസരത്തൊന്നും അങ്ങനെ മൃഗങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. കാര്യം വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്നതുകൊണ്ട് ഇവിടെ ഒന്നും കാണില്ല. പിന്നെ കാണാൻ ചാൻസുള്ള കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണെന്നല്ലേ അത് രാവിലെയാണ് കാണുന്നത്. പക്ഷെ ഇപ്പം ഈ വെയിലൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ മൃഗങ്ങളൊന്നും അധികം പുറത്തോട്ടൊന്നും ഇറങ്ങില്ല. പിന്നെ അഥവാ കാണാൻ പറ്റുന്നില്ലെങ്കിൽ കാട്ടാനയായിരിക്കും, ആന വെള്ളം കുടിക്കാനും അവരൊക്കെ വരുന്നതായിരിക്കും കാണുന്നത്. അടിപൊളി വ്യൂ അല്ലേ. ഇവിടെ എന്തോ ഒരു ഫാക്ടറി, അങ്ങനെ ഫാക്ടറിയിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. പമ്പ് ഹൗസ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പമ്പിന്റെ കുറച്ച് മോട്ടറൊക്കെ ഇരിക്കുന്നുണ്ട്. അതാണ്ട് ഫിൽറ്ററിന്റെ ഒരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരിക്കാം, ഇപ്പൊ അത് കാട് പിടിച്ചതാ. അതാണ്ട് ഇവിടെ ഒരു മോട്ടർ ഇരിക്കുന്നു. പോയത് നല്ലത്. എന്തോ ഒരു സാധനം നമ്മൾ കണ്ടു. കാട്ടുവഴിയാ. നമ്മൾ ആ കൂടി ഒരു കാട്ടുവഴി നമ്മൾ നേരിട്ടുണ്ട്, പക്ഷെ ക്യാമറയിൽ അത് കണ്ടില്ല. വേണ്ട, ഇറങ്ങണ്ട. ചിലപ്പോ കാട്ടുകോഴിയെ പിടിക്കാൻ വല്ല കാട്ടുപുലി വന്ന് ഗവിയിൽ വന്നിട്ട് ആകെ കണ്ട സാധനമാണ് ഈ പോണത്, അട്ട. നമ്മൾ ഗവിയിൽ വന്നിട്ട് ആകെ കണ്ട ഒരു സാധനമാണ്, ഇതുവരെയായിട്ട് കണ്ടതാ ഇത് മാത്രമാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു ഒരു അട്ട. അല്ല, ഗവിയിൽ വന്നിട്ട് കണ്ട സാധനം ഇത് മാത്രമാണ്. ഇതുവരെയായിട്ട് നമുക്ക് ഒരു കാട്ടുകോഴി അല്ലേ, കാട്ടുകോഴി കിഷോറിനെയും കണ്ടു, ഞങ്ങളാരും കണ്ടില്ല. കണ്ട? അപ്പൊ മാമനും കണ്ടു, ഞാൻ കണ്ടില്ല. അല്ലാതെ ഞാൻ കണ്ടത് ഒരു അട്ടയെ മാത്രമേ, വേറെ ഒന്നും വരെ കണ്ടില്ല. അത് അവിടെ ഒരു ഡാം കാണുന്നുണ്ട്. അയ്യോ, അത് പോയി. ഒരു ഡാം ആ ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതുവരെ ഒന്നും കാണാൻ പറ്റില്ല, മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഗവിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഭാഗ്യമുള്ളവർക്ക് മൃഗങ്ങളെ കാണാം എന്ന് മറ്റേ അവിടെ വന്ന് പറഞ്ഞു. വെളുപ്പിന് ഒരു കുരങ്ങനെ പോലും കണ്ടില്ല. വെളുപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാന്നാണ് പറയുന്നത്. ഇപ്പം ഈ ചൂട് വെയിലടിക്കുന്ന സമയമായിട്ടാണ് മൃഗങ്ങളൊന്നും പുറത്തോട്ട് ഇറങ്ങാത്തത്. നമുക്കിവിടെ ഒരു ഡാം കാണാം. പണി നടക്കുന്നേ ഉള്ളൂ ഡാം. ഒരു ഡാം ഇവിടെ കാണാവുന്നതാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട്, ഇവിടെ ഒരു ഡാം കാണുന്നുണ്ട്. മൂഴിയാർ കുമളി റൂട്ടാണ് ഈ കുമളി പൊക്കോണ്ടിരിക്കുന്നത്. ഇത് പണി നടക്കുന്ന ഒരു ഡാം. ഇത് ചെക്ക് പോസ്റ്റാണ്, നിരോധന മേഖല. ഹായ്, നമസ്കാരം. അപ്പൊ നിങ്ങളെ മാത്രമേ നമ്മളിപ്പോ കണ്ടുള്ളൂ, കയ്യിലൊന്നുമില്ല കേട്ടാ. അപ്പൊ ആ കൂടി നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന ഡാമിന്റെ, നേരത്തെ കണ്ട ഡാമിന്റെ മുകളിലൂടെ മൂഴിയാർ ഡാമാണ്. നമ്മൾ ഇതുവഴിയാണ് നമ്മൾ അപ്പുറത്ത് കിടക്കുന്നത്. റോഡ് നേരെ ചെന്നിറങ്ങുന്നത് വണ്ടിപ്പെരിയാർ അല്ലേ ചെക്ക് പോസ്റ്റ്. വണ്ടിപ്പെരിയാർ ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മൾ കണ്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്ന് വെച്ചാൽ ജസ്റ്റ് കാടിലൂടെ ഉള്ളൊരു യാത്ര, അതാണ് ഈ ഗവി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിതാ വരുന്ന വഴിക്ക് കണ്ടൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് അബൌട്ട് പോലെ ഒരു വളവാണ്. ഒരു ഹെയർ പിൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഉള്ളു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഇവിടെ ഫോട്ടോഷൂട്ടായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതാണ്, എല്ലാവരും കാറിൻ്റെ അകത്തോട്ട് കയറിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ട് നമ്മൾ ഇറങ്ങിയ ഒരേ ഒരു സ്ഥലം ഇവിടെയാണ്, വേറൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയില്ല. ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക്. ഇതാണ് സംഭവം. ഇത് മാത്രമാണ് നമ്മളിപ്പോൾ കണ്ട ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം അത്ര വലിയ വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു വെള്ളച്ചാട്ടം. ഈ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്ലോഗിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാടാണ് നമ്മൾ യാത്ര ചെയ്താനായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബ്ലോഗ് മൊത്തം കാടും മലയും കുന്നുമാണ്. നമ്മളെപ്പോലുള്ളവർക്ക് രസമാണിത്, പല പച്ചപ്പും തണലും ഒക്കെ ഉള്ളൊരു യാത്ര. പക്ഷെ മൃഗങ്ങളെ കാണാം എന്ന് പ്രതീക്ഷിച്ച് ഏർലി മോർണിംഗ് രാവിലെ ഒരു 6-6:30 എത്തിയാൽ കാണും. പക്ഷെ അപ്പൊ ഇവിടെ കയറ്റിവിടില്ല, 8:30 കയറ്റിവിടും. വേലി ചാട്ടി കയറാം, അങ്ങനെ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ കാണാൻ പറ്റില്ല. കാട്ടുമൃഗങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ വരണ്ട. ജസ്റ്റ് കാനന യാത്ര അവിടെ എന്താ ഒന്നുമില്ല, കാട്ടിലൂടെ ഉള്ളൊരു യാത്ര ആസ്വദിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഈ ഗവി ചൂസ് ചെയ്യാം. നമ്മളിതുവരെ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ ചിലപ്പം ഇനി അങ്ങോട്ടുണ്ട് 61 കിലോമീറ്ററോളം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് വെച്ച് എന്തെങ്കിലും കാണുമായിരിക്കും. കണ്ടാൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്, കണ്ടില്ലെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇതിനെ കാട്ടിലൂടെയുള്ള യാത്രയായിരിക്കും.
എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ട് പോവാം. ഇപ്പം നമ്മുടെ മുന്നിലും പിന്നിലും വണ്ടികളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ കുറച്ച് ടീമുകൾ നമ്മൾ ഫോട്ടോ എടുത്തുള്ള സമയത്ത് നേരത്തെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കയറി വന്ന സമയത്ത് ഒരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലം കണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ കണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് അവിടെ കയറി ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇത് എന്ത് സംഭവമാണെന്ന് അറിയില്ല. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും കണ്ടല്ലോ, വന്യമൃഗത്തിനെ കണ്ടില്ലെന്നുണ്ട്. അതാണ്ട് ഒരാളിങ്ങനെ ഡേയ് ഒന്ന് പുലിയായിട്ട് അഭിനയിക്കോ, വ്ളോഗിൽ കൊടുക്കാനാണ്. ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇത് നമ്മുടെ അയ്യപ്പൻ ഇരിക്കുന്നതിനകത്ത്. ഇവിടെ അയ്യപ്പൻ, അവിടെ ഉണ്ണിയേശു എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അവിടെ അയ്യപ്പൻ, ഇവിടെ ഉണ്ണിയേശു എല്ലാവരും ഇവിടെ ഇങ്ങനെ സന്തോഷപൂർവ്വമായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് അവിടെ പോകുന്നു. ഗവിയിൽ പോകാനുള്ള വഴി ഇങ്ങോട്ടാണ്. ഗവി ഇനിയൊരു 41 കിലോമീറ്റർ, കുമിളി 82 കിലോമീറ്റർ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ ഗവി പോകാനുള്ളത്. അവിടെ ഗവി എന്ന് ബോർഡ് കാണാം. ചൂട് വാഴക്കപ്പരിപ്പുണ്ട്, പഴംപൊരി. നമ്മളിവിടെ വരുന്നവർക്ക് KSEBയുടെ ക്യാൻറ്റീനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ, പിന്നെ പഴംപൊരി, അങ്ങനെ സ്നാക്സ് ഐറ്റംസ്, ടീ, പിന്നെ അതാണ് തൂക്കിട്ടേക്കുന്നുണ്ടാകും പഴം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ജംഗ്ഷൻ പോലത്തെ ആ ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോഴത്തേക്കിന് KSEBയുടെ ക്യാൻറ്റീനുണ്ട്. നമ്മൾ ഒരുപാട് പഴം നമ്മൾ വാങ്ങിയാണ്, അതാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് തിന്നാം, പിന്നെ കുരങ്ങനെ കണ്ടാൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിറങ്ങുകയാണ്. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ, ചെറുതല്ല കേട്ടോ, വലിയ ക്യാൻറ്റീനുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത മുകളിലോട്ട് പോകണം. ഇനി ഇവർ ഏകദേശം ഒരു 41 കിലോമീറ്ററോളം മുകളിൽ പോലാണ് ഗവി എത്തുന്നത്. അപ്പം അവിടെ അതിന് മുമ്പ് ഇവിടെ KSEBയുടെ ക്യാൻറ്റീനാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കേണ്ടവർക്ക് കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു. ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോകാം, അല്ല മുകളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അകത്ത് ഗവിയിലോട്ട് പോകണം. ഇപ്പോൾ ഇതാണ് ഗവിയിലോട്ട് പോകുന്ന വഴി. 41 കിലോമീറ്ററാണ് ഇനി ഗവിയിലേക്ക്. സൂപ്പർ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ കണ്ട ഈ ഒരു ഭാഗം ആന ഇറങ്ങുന്ന മൊത്തം ചെടികളെല്ലാം ഇളകിയിരിക്കുന്നത്. പിന്നെ ആനപ്പിണ്ടങ്ങളൊക്കെ ഉണ്ട്. ആനപ്പിണ്ടം ഉണങ്ങി കിടപ്പുണ്ട്. ഇതുവഴിയാണ് ആന വരുന്ന സ്ഥലം. പക്ഷെ ആന വെള്ളം കുടിക്കാൻ പോലും ഒരെണ്ണം ക്രോസ് ചെയ്യുന്നത്. ഒരു കാട്ടുകോഴിയെ കിട്ടി, ക്രോസ് ചെയ്ത് പോണുണ്ട്. നമ്മൾ ആകെ കൂടി കാട്ടിനകത്തൂടെ പോയപ്പോഴത്തേക്ക് കാട്ടിലെ ജീവിയായിട്ട് ഒരെണ്ണത്തിന് മാത്രമേ കണ്ടുള്ളൂ. ഒരു കാട്ടുകോഴി കണ്ടു. നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ പുറത്തോട്ട് പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാട്ടുകോഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ഇത് കണ്ടായിരുന്നു, ഒരു കാട്ടുകോഴി കണ്ടു. അത് മാത്രമാണ് നമ്മൾ ഈ ഗവിയിൽ വന്നിട്ട് ഈ ഫോറസ്റ്റിനുള്ളിലൂടെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഇതുവരെയായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. വേറെ ഒന്നിനും നമ്മളിതുവരെ കണ്ടില്ല. പിന്നെ ആകെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 പട്ടിയും ഒരു അട്ടയും കണ്ടില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. ഈ ഗവിയിൽ വന്നിട്ട് മാമൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട്? മാമനാണല്ലോ ഗവിയിൽ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ആള്. അങ്ങനെ ഗവി എത്തിയില്ല. ഈ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മാമൻ്റെ? യാത്ര നമ്മൾ മൊത്തത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി യാത്രയാണ്. ഫുള്ള് ഒരു 57-60 കിലോമീറ്റർ ഇങ്ങനെ വനത്തിലൂടെ പേടിച്ചൊരു യാത്ര. വെളിയിറങ്ങാൻ വരിക. ഇപ്പൊ എല്ലാ 100 മീറ്ററിൽ ആനപ്പിണ്ടം കണ്ടാ പോകുന്നു. അങ്ങനെ ഒരു യാത്ര നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഭയമുണ്ട്, സത്യം പറഞ്ഞാൽ ഭയത്തോടു കൂടിയേ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ ഒരു റോഡിൽ. ആനകൾ ഒരുപാടുള്ളൊരു സ്ഥലം, എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം അല്ലേ? പക്ഷെ ചൂടുണ്ട് ഈ സമയത്ത്. ഇപ്പൊ ഒരു സമയം 11 മണിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു യാത്ര ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം. കാട്ടിന്റെ നടുവിലൂടെ ഉള്ള യാത്ര. ഒരു വീട് പോലും കാണാനില്ല, ആൾക്കാരില്ല, വണ്ടിയൊന്നും കാണില്ല, വളരെ ചുരുക്കം വണ്ടിയാണ്. അത് KSEBയുടെ വണ്ടിയാണ് കൂടുതലും വരുന്നത്. KSRTCയുടെ ഒരു ബസ് മാത്രം നമ്മൾ ഒരു ബസ്സേ ക്രോസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. നമ്മളെ ക്രോസ് ചെയ്ത വണ്ടികളെല്ലാം KSEBയുടെ വണ്ടിയാണ്. പിന്നെ ഇതുവരെയായിട്ട് മൃഗങ്ങളെ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. കുരങ്ങൻ കണ്ട ഇപ്പൊ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇവിടെ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം വന്നതിന് ശേഷം ഇപ്പോഴാണ് ഒരു വണ്ടി കാണുന്നത്, ആൾക്കാരെയും കാണുന്നത് ഇപ്പോഴാണ്. ഇതുവരെയായിട്ട് ഒരാളിനെയും കണ്ടില്ല, ഇപ്പോഴാണ് നമ്മളൊരാളെ കാണുന്നത്. നല്ല അടിപൊളി ഒരു വ്യൂ. ആ ഒരു മുട്ടക്കുന്ന് കാണാം.
അടിപൊളി ഒരു മുട്ടക്കുന്ന്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ആറ് കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ആകെ കൂടി ഗവിയിൽ വന്നിട്ട് കാണാൻ കാഴ്ചയുള്ളൊരു ഇതാണ്. മനുഷ്യന്മാരെ കണ്ടത് ഇവിടെ വെച്ചാണ്. അടിപൊളിയാക്കണം. അവിടെ ഒരു ഐലൻഡോ ഇങ്ങനെ സൂപ്പറല്ലേ. ഇതൊരു അടിപൊളി ഒരു വ്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ഗവിയിൽ വന്നിട്ട് ഇപ്പോഴാണ് ഒരു അടിപൊളി ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇത് സൂപ്പർ തന്നെ കിട്ടില്ല. ഇവിടെ തകർത്ത് ഫോട്ടോഷൂട്ട് കിടക്കണം. എന്താ അടിപൊളി ഈ ഒരു വ്യൂവിൽ നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഒരു വഴി കിടപ്പുണ്ട്, പക്ഷേ ഇങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെ എന്തെങ്കിലും ഉണ്ടാന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെ അനക്കമൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട് ഒരു മുട്ടക്കുന്നാണ്. ഒരു കുന്ന് കാണാം. നമുക്ക് ഇപ്പുറ സൈഡിൽ ഒരു ലേക്ക്, ഒരു കായൽ പോലെ അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ഈ ഗവിയിലൂടെ യാത്ര ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു കിടിലം വ്യൂ ഉള്ളൊരു സ്ഥലം കിട്ടിയത്. നമുക്കൊന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം ഇപ്പോഴാണ് കിട്ടിയത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടായിരുന്നു. ഒരുപാടല്ല, ഒരു 2-3 ആൾക്കാർ, 2-3 വണ്ടിയിൽ വന്നെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരാളെയും ഇവിടെ കണ്ടില്ല. ഇല്ല, ഇവിടെ വരെ ഉള്ളു. അങ്ങോട്ട് വഴിയില്ല. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു വ്യൂ കിടിലം വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. അപ്പം ഇനി നമുക്കെന്തായാലും ഇവിടെ നിന്ന് വിട പറയാം. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയി ഇനി ഈ കണക്കത്തെ സ്ഥലങ്ങൾ കാണുമായിരിക്കും. ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാരായി. ഇത്രയും നേരം നമ്മൾ 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ. അതാ ട്രാവലർ, ഇതൊക്കെ രാവിലെ നമ്മൾ അവിടെ നിന്ന് വന്ന വണ്ടികളാണ്. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇതാ ഇഷ്ടംപോലെ വണ്ടികൾ വന്ന് അപ്പോൾ അവിടെ കുറേ നമ്മൾ നേരത്തെ നിന്നപ്പോൾ നമ്മൾ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആൾക്കാരവിടെ വന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അതേണക്ക് തന്നെ അവിടെ വരുന്ന ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് കൂടുതൽ ഇപ്പോൾ ഉള്ളവരല്ല, നേരത്തെ പോയ ആൾക്കാരായിരിക്കാം. അവിടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പഴയ പ്ലാസ്റ്റിക് കുപ്പി, പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ്, പ്ലാസ്റ്റിക് കവർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയും കവറൊക്കെ നമ്മൾ കാറിനകത്ത് തന്നെ വെച്ചേക്കണം. വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ നമ്മൾ കളയും. നമ്മളിപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പോകുന്ന വഴിക്ക് കണ്ടൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു അടിപൊളി വ്യൂ. പക്ഷെ ഇവിടെ ഒരു എക്കോ പോയിന്റ് പോലെയാണ്. നമ്മൾ എന്തെങ്കിലും കൂക്കിട്ടെ മലയിൽ തട്ടി തിരിച്ചു വരും. അതാണ്ട് കണ്ട, ഇതിനൊക്കെ തിരിച്ചു വരും. പക്ഷെ നല്ല കിടിലം വ്യൂ അല്ലേ, അടിപൊളി. ഇതൊക്കെ അപ്പോൾ അവർ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ നല്ലൊരു കിടില ഒരു വ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തുനിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഇറങ്ങിയൊരു മലയുണ്ട്. ഇവിടെയാണ് നമ്മുടെ എക്കോ പോയിൻ്റ് കണക്ക് നമ്മൾ എന്തെങ്കിലും കൂക്കിട്ട സൗണ്ട് ഉണ്ടാക്കിയാൽ തിരിച്ചു വരും. അത് ഈ മലയിൽ തട്ടി വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഡാമിൻ്റെ മുകളിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ ഇപ്പോൾ ഒരു 3ാമത്തെ ഡാമാണ്. ഈ ഡാമിൻ്റെ പേര് ആനത്തോട് ഡാം. ഇതിനകത്ത് മൊത്തം 5 ഡാം കഴിഞ്ഞ് വേണം നമുക്ക് ഗവിയിലെത്താനായിട്ട്. പക്ഷേ ഡാമിൻ്റെ മുകളിലത്തെ വീഡിയോസ് നമ്മൾ എടുക്കാൻ പാടില്ല. അത് പ്രശ്നമായതുകൊണ്ട് അത് എടുക്കാൻ പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡാമിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. അത് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന 3ാമത്തെ ഡാമിൻ്റെ മുകളിലൂടെയാണ്. പക്ഷേ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പുറം ബാക്കിലും നല്ല വ്യൂ ആണ്. പക്ഷേ നമുക്കിത് എടുക്കാൻ പാടില്ല എന്ന് അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിയമം പാലിച്ച് വേണം പോകാൻ. ഫൈനലി നമ്മൾ ഗവി ചെക്ക് പോസ്റ്റിൽ ഗവി എത്താറാണ്. ഗവി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മാമൻ മറ്റേ പാസ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കാൻ പോകുന്നു. ചെക്ക് പോസ്റ്റിൽ കാണിക്കാനായിട്ട് പോകുന്നു. ഫോറസ്റ്റിൻ്റെ അവിടെ കൊണ്ട് കാണിക്കുന്നത് നമ്മുടെ ചെക്ക് പോസ്റ്റാണ്. ഇത് ഗവി ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. മാമൻ്റെ അവിടെ പോയിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 300 മീറ്റർ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ കഴിച്ച KSEBിയുടെ ക്യാൻറ്റീൻ ഉണ്ടാവും. അപ്പോൾ വരുന്നവർക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. അവൻ പോയിട്ട് വരികയാണ്. എന്ത് പറഞ്ഞോ? ഇനി 10 കിലോമീറ്റർ ഉണ്ട് ഗവി. ഓ, ഇനി ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട്. ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അതാണ്ട് ഇവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് പെരിയാർ. അതാണ് ഇവിടെ വണ്ടി കയറുന്നതിന് 85 രൂപ കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്. ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതിന് 85 രൂപ കൊടുത്താ. അതിന്റെ ഫീസ് ഉണ്ട്. വെളിയിൽ ഇറങ്ങരുത്, ശ്രദ്ധിക്കണം ഇനിയുള്ള സ്ഥലങ്ങൾ. ഓ, അങ്ങനെ ചെക്ക് പോസ്റ്റ് നമുക്ക് വേണ്ടി ഇതാ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് ഗവിയിലേക്കാണ്. ഗവി ഇനി 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗവി. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെ കൊണ്ടുപോകുന്ന വഴിക്ക്
അതൊന്നും കണ്ടാൽ നിങ്ങൾ ചാടി ഇറങ്ങി വെളിയിൽ നിൽക്കരുത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകും എന്നാ പറയുന്നത്. അതായത് ആനയുണ്ട്, പുലിയുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ പതുങ്ങിയൊക്കെ ഇരിക്കും. നമ്മളൊക്കെ ചെയ്തതാണ്. നമ്മൾ നമ്മുടെ സൈഡ് എപ്പോഴും ശ്രദ്ധിക്കണം. സേഫ്റ്റി ആയിട്ട് നമ്മൾ നോക്കണം. പക്ഷെ നമ്മൾ ഇതുവരെ വന്ന സമയത്ത് ആനയോ പുലിയോ അങ്ങനെയുള്ള ഒരു ജീവിയും കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മളിതാ വീണ്ടും ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും നേരത്തെ കണ്ടണക്കത്ത ഒരു കാട്ടിലോട്ട് കയറിയൊക്കെയാണ്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗവിയിൽ എത്തുന്നതായിരിക്കും. കുമിളി 10 കിലോമീറ്റർ, ഗവി 10 കിലോമീറ്റർ. നമ്മൾ അടുത്ത ഡാമിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ഏത് ഡാമാണെന്ന് അറിയാമോ? ഏതാണ്? ഇത് പമ്പ ഡാമാണ് ഈ കാണുന്നത്. മൊത്തം നമ്മളിപ്പോ 4 ഡാമാണ് ഇപ്പൊ നമ്മൾ നിലവിൽ കണ്ടത്. ഇനി ഒരു ഡാം അതാണ്. അത് എന്ത് ഡാമാണ്? അത് ഗവി ഡാം. ഇനി ലാസ്റ്റ് ഡാം ഗവി ഡാം. ഇപ്പൊ പമ്പ ഡാമാണ്. കഴിഞ്ഞ 3 ഡാമിന്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. ഈ ഡാമിന്റെ മുകളിലൂടെ അല്ല, അത് സൈഡിലൂടെ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഡാം. ഇനി അടുത്ത പമ്പ ഡാം അല്ല, ഗവി ഡാമാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് പമ്പ ഡാം. നമ്മുടെ മുമ്പിൽ ഇപ്പം ഒരു KSRTC ബസ് കാണാം. അതാ കിടക്കണം. അത് തന്നെ ഉണ്ണാൻ നിർത്തിയായിരിക്കും. ഇവിടെ ഒരു ബസ്, ഇവിടെ 2-3 വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ എന്ത് സംഭവം ഉണ്ട്? എന്ത് സംഭവം? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവി ഡിവിഷൻ. ഗവി ഡിവിഷനാണ്. ആ ഒരു KSRTC ബസ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ വന്നിട്ട് അടുത്ത ഇപ്പൊ നമ്മുടെ ഗവി എക്കോ ടൂറിസത്തിലാണ് നിൽക്കുന്നത്. മുകളിൽ ഇവിടെ ബോർഡ് കാണാം, ഗവി എക്കോ ടൂറിസം കാണിച്ചു. ഗവി എക്കോ ടൂറിസം. ഉള്ളിൽ ഈ കിടക്കുന്നത് കാപ്പിക്കുരുവാണ്. അതാ ഇങ്ങനെ കാപ്പി ഉണക്കാൻ ഇട്ടേക്കുന്നത്. അത് കംപ്ലീറ്റ് കാപ്പിക്കുരുവാണ് ഈ ഉണക്കാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഗവി എക്കോ ടൂറിസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുട്ടവഞ്ചി ഉണ്ട്. അപ്പോൾ കുട്ടവഞ്ചി നമ്മളിതുവരെ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടവഞ്ചി കയറാനായിട്ട് ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ 600 രൂപ 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം വെളിയിലത്തെ ഫുഡ്, പുറത്തെ ഫുഡ് ഇവിടെ അലൗഡ് അല്ല. ഫുഡ് വേണമെന്നുള്ളത് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. ഇവിടെ റെസ്റ്റ് എടുക്കാം, വാഷ്റൂം ഉണ്ട്, അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇനി അടുത്ത് നമ്മൾ കുട്ടവഞ്ചി കയറാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് കുട്ടവഞ്ചി കയറാനുള്ള പോക്കാണ്. നല്ല പൂങ്കാവനത്തിനിടയിലൂടെയാണ് കുട്ടവഞ്ചിയിലേക്ക് വേണം. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ കുട്ടവഞ്ചി കയറാനായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് കുട്ടവഞ്ചി. റബ്ബറാണ് സംഭവം. റബ്ബറാണ്, ഹോളൊന്നുമില്ല, എല്ലാം ചെക്ക് ചെയ്ത്. അത് പട്ടാളക്കാരൻ്റെ കുട്ടവഞ്ചി അവിടെ കിടപ്പുണ്ട്. മാമ റെഡി ആയിക്കൊണ്ടിരിക്കണം. നല്ല വൃത്തിയുള്ള ജാക്കറ്റാണ് ഭയങ്കര നാറ്റം. അങ്ങനെ വൃത്തിയുള്ളൊരു ജാക്കറ്റ്. ഞാനും നല്ലതൊക്കെ എടുക്കട്ടെ. ഇത് കൊള്ളാൻ തോന്നുന്നു. ചെറുതാണ് കേട്ടോ. പിന്നെ കുത്തി വെച്ചേക്കണം. അത് തലയിലെടുത്ത് വയ്ക്കണം, മുടിയില്ലേ. എത്തുന്നില്ല. എത്തുന്നില്ല. വേറെ എടുക്ക്. ഇതിട്ട എന്തായാലും വേറെ അത് ഫ്രീ സൈസ് ആണല്ലേ, XXL അല്ല അല്ലേ ഇത് ഇട്ടത് 2 പേർക്കുള്ളത്. കപ്പിൾ ഇട്ട് തെറ്റായിട്ടാണ് ഇട്ടത്. മാറിപ്പോയ ഇത് ജീവൻ രക്ഷിക്കാനാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇട്ടാ ജീവൻ പോകുന്നുണ്ടെന്നാണ് നാറ്റം അടിച്ചിട്ട്. ശ്വാസം വിളിച്ചാവിക്കാറ്. ഇതിനുള്ളത് ഇവിടെ ഇല്ല. അത് കെട്ടിയേക്കാം. ആവശ്യമില്ലാത്ത 1-2 കാര്യങ്ങളൊക്കെ 1-2 പിള്ളേർ ആവശ്യം. ഇപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ട് നമ്മുടെ ലൈഫ് മിക്കവാറും പോകുന്നതാണ്. 3 ഉണ്ട് കേട്ടോ. ശരി, അതിൽ 3 ഇതാണ്ട് ഫസ്റ്റ് ക്ലാസ്. ഇത് എക്കോണമിയാണ്. ഇതിൽ 3 ടൈ, അതിൽ 2 ടൈ. ഇത് ടിക്കറ്റ് എടുക്കാത്തതാണ്. കടം പറഞ്ഞിട്ട് എടുത്ത ആളുണ്ട്. ഇത് ഇത്രേ ഉള്ള. ഞാൻ മതി ഇനി ഒന്നുമില്ലല്ലോ. അത് പകുതിയാണ്. കൊച്ചുങ്ങളതാണ്. ഇത് കൊച്ചുങ്ങളുള്ളതാണ്. ഇത് എടുത്തു തരാനുള്ള ആരുമില്ലേ. രണ്ടാമത്തെ അത് വലുതാണ്. വേണ്ടെന്ന് വെച്ച സാധനം. അല്ല അത്ര
വലിയ ആൾക്കാർക്കൊക്കെ മുങ്ങി ചാവാനാണ് അവർ പറയുന്നത്. ഇതിൽ കെട്ടി അല്ല ഇത് ഒരാളാവില്ല. അല്ല KSRTC ഇതിന് നല്ലൊരെണ്ണം തരുമോ? ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലേ മുങ്ങിച്ച എന്തായാലും ചാവും. ഇതൊരു പ്രയോജനവും ഇല്ല. ഇത് കാര്യമൊന്നുമില്ല, റൂള്. കാരണം ഇതിലൊന്നുമില്ല. ഇത് ഹെൽമെറ്റ് വെച്ചിട്ട് പൊട്ടിയത് ഇവിടെ ഒന്ന് കെട്ടാതെ പോകുന്ന പോലെ ഉള്ളൂ. ഇത് ഇങ്ങനെ ഇട്ടേ. വെറുതെ ഇട്ടേ. ഇതൊരു സിബാണ്. സിബ് മനസ്സമാധാനം വേണ്ടി അത് ഓട്ടോമാറ്റിക് റിമോട്ടിൽ സിബ്. സിബാണ്. പക്ഷെ സിബ് കാണാൻ ഒന്നുമില്ല, നീ അത് ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് ഇട്ടോ. നീ പിടിച്ചേക്കാണെങ്കിൽ അഥവാ മുങ്ങയാണെങ്കിലേ അതിന്റെ കാലം ഒറ്റ പിടി പിടിച്ചാൽ പിടിച്ച് കിടന്നുണ്ടാവും. കരയ്ക്ക് എത്തിക്കണ ലൈഫ് ജാക്കറ്റ്. അതല്ല രണ്ടും കൂടെ ലൈഫ് ജാക്കറ്റിന്റെ അവസ്ഥയാണ്. ഒരേ ഒരെണ്ണം മാത്രമുണ്ട്. കെട്ടിക്കോ. സിബില്ല. പിടിച്ചിട്ട് വേണ്ട, ജസ്റ്റ് ഇട്ടിരുന്ന മുങ്ങിച്ചാൽ ഉത്തരവാദി കേരള ടൂറിസ്റ്റ്. നമ്മളെ വണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതാ നമ്മുടെ വണ്ടി. ഡബിൾ എഞ്ചിനാണെന്ന് തോന്നുന്നു അല്ലേ? ക്യാപ്റ്റന്റെ സീറ്റാണത്. മൊബൈലൊക്കെ കയ്യിൽ കൊണ്ട് ധൈര്യമായിട്ടിരുന്നു. ലൈഫ് ജാക്കറ്റ് ഒക്കെ സെറ്റ്. ലൈഫ് ജാക്കറ്റ് ക്യാപ്റ്റൻ ആയിരിക്കില്ല. ഇതാണ് നമ്മുടെ കപ്പിത്താൻ. ചെരുപ്പൊക്കെ ഉരുട്ടിട്ടാണ് കയറുന്നത്. വലത് കാലത്തിന് കയറാം. ലൈഫ് ജാക്കറ്റ് ഇല്ലാത്ത ഞാനാണ് കയറുന്നത് ആദ്യം. അവിടെ കയറിക്കൊണ്ടിരിക്കണം. മാമൻ പിന്നെ മാമനായിരുന്നു ഒന്ന്. വേണ്ട, എന്റെ ലൈഫ് ജാക്കറ്റ് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് മാമൻ തൊഴേണ്ട. ഫോട്ടോ എടുക്കുന്നുണ്ട്. മാമൻ തുഴഞ്ഞതിന് വട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടവഞ്ചിയുടെ എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഞാൻ കുട്ടവഞ്ചിക്കകത്ത് കയറുന്നത്. മാമ ആദ്യമായിട്ടാണ് കയറുന്നത് കുട്ടവഞ്ചിയിൽ. ഇതും കൂട്ടി ആദ്യമായിട്ടാണ്. ഇതും കൂട്ടി ആദ്യമായിട്ടാണ്. കിഷോറുണ്ടല്ലേ? ആദ്യമുണ്ട്. ഇതും കൂട്ടി ആദ്യമായിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതും കൂട്ടി ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. പക്ഷേ ലൈഫ് ജാക്കറ്റിൽ മാത്രമേ നമുക്കൊരു വിഷമമുള്ളൂ. എനിക്ക് എൻ്റെ മുതലയില്ല എന്നുള്ള വിശ്വാസം ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ട് കൈ കിട്ടുന്നു. ഇതിനകത്ത് നീർനായ ഉണ്ടെന്ന് പറഞ്ഞു. നീർനായ, പിന്നെ എന്താന്ന് പറഞ്ഞാൽ മീനും, ആമ മീൻ, ആ സാധനം തോന്നുന്നു നീർനായ തന്നെ. അതുകൊണ്ട് അവിടെ എന്തോ കാണുന്നുണ്ട്. തടിയാണല്ലേ? അപ്പോൾ തടിയാണ്. നീ മറ്റേ ഫോട്ടോ എടുത്തോ? ഏത് ഫോട്ടോ? പോർട്രേറ്റ്. മലയണ്ണാനെ കാണിച്ചു തരാം. അവിടെ ഈ മരത്തിൻ്റെ ഇടയിൽ മലയണ്ണാനുണ്ട്. മലയണ്ണാർ കണ്ണന്മാർ തുമ്പിയെ. മലയണ്ണാനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് മലയണ്ണ അങ്ങനെ പങ്കായൻ കൈമാറുകയാണ് മാമനിലേക്ക്. പങ്കായൻ കളയല്ലേ മാമ? മാമ ഇതാ വട്ടത്ത് തൊഴയുകയാണ്. വട്ടത്ത് തൊഴയുമ്പോൾ നീളത്തിൽ പോകുന്ന പങ്കായം. ഇത് 360 ഡിഗ്രി ക്യാമറ. ഇനി തിരിച്ച് അങ്ങ് അറബിക്കടൽ വഴി തുഴയാമോ? ഓട്ട് ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് ഒരെണ്ണം വാങ്ങിച്ചാലേ നമുക്ക് കൊല്ലമ്പുഴ ഇട്ട് ഓടിക്കാം. കൊല്ലമ്പുഴ ആറ്റിലിട്ട് ഓടിക്കരുത്. വരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു ഇവിടെ ഭയങ്കര രാജപമ്പാലയൊക്കെ കാണും. ഉണ്ടാവുമല്ലേ? ഉപദ്രവിക്കും. വെള്ളത്തിലാണെങ്കിൽ കടിക്കൂലല്ലേ? ഇപ്പം നമ്മൾ തിരിച്ചു പോയാണ്. നമ്മുടെ പോയിന്റ് ഇവിടെയാണ്. ഇവിടം വരെയാണ് വ്യൂ അവരുടെ കുട്ടവഞ്ചി വരുന്നത്. പിന്നെ തുഴഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ വന്നിടത്ത് തന്നെ തിരിച്ചു പോവുകയാണ്.
മറ്റേ സ്പീഡ് ബോട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഇതിൽ മോട്ടോർ ബോട്ട് വെക്കാൻ പറ്റും. പറ്റില്ല. ഓ ഓ. ഈ കാട്ടിനകത്ത് ആന മാത്രമേ ഉള്ളൂ, അതേ വേറെ കടുവയൊക്കെ ഉണ്ടല്ലേ? കടുവയുണ്ട്, കരിമ്പുലിയുണ്ട്, കരടി, വരയമ്പുലിയുണ്ട്. ഓ അതെല്ലാം ഉണ്ടല്ലേ ഇതിനകത്ത്? ഒത്തിരി ഒന്നും ഞാൻ അപ്പോൾ ഇതിനകത്ത് ചേട്ടൻ പറഞ്ഞതാണ്, ഇതിനകത്ത് ഈ കാട്ടിനകത്ത് നമ്മൾ നമ്മൾ വിചാരിച്ചതൊക്കെയല്ല, നമ്മളൊന്നിനെയും കണ്ടില്ല. പക്ഷേ ഇതിനകത്ത് കരിമ്പുലിയുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, ആനയുണ്ട്. അപ്പോൾ എല്ലാ വന്യജീവികളും ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ഇതിനൊന്നും കണ്ടില്ല. അപ്പോൾ ഈ ചൂട് സമയമായിട്ടാണ് അതൊന്നും പുറത്തിറങ്ങാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ തണുത്ത സമയമാണെങ്കിൽ 5 മണി 6 മണി ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം പുറത്തിറങ്ങി തുടങ്ങും, ആനയൊക്കെ. അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ അത് 6 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എല്ലാ സഞ്ചാരികളും പുറത്തിറങ്ങണം. അതാണ് ഇവിടുത്തെ റൂൾസ്. കാര്യം ഈ മൃഗങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗവി. അപ്പോൾ ഗവിയിലെ എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കുട്ടവഞ്ചി. 200 രൂപയാണ് കുട്ടവഞ്ചി യൂസ് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ആയിട്ട് ഈ ഒരു കുട്ടവഞ്ചിയിൽ ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമി സ്വർഗവും പാടാണ് എല്ലായിടവും ബോധം പോയി. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വീഡിയോ എടുക്കണം. ഡ്രോൺ വേണമായിരുന്നു മുകളിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഫൈനലി നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടവഞ്ചി റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചേട്ടനായിരുന്നു നമ്മുടെ സാരഥി. താങ്ക് യു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതാ പാറ പൊട്ടി താഴെ വീണതാണ്. എനിക്ക് തന്നെ ഈ ഒരു ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോഴാണ്ട് വീണതാണെന്ന് തോന്നുന്നു അല്ലേ? അത് ഇതാ നല്ല ഫ്രഷ് പാറ, അടിപൊളി കയറി വരുന്ന. അപ്പോൾ ഇടിച്ചനെ. അപ്പോൾ നമ്മളിതാ കാട്ടിനകത്തൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഉണ്ടാകുമെന്നാണ് ചാൻസ്. അവിടെ പറഞ്ഞത് അങ്ങനെയാണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പം കാണുമെന്നാണ്. ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ആന പോയ പാടാണ്, ആനയുടെ കാലിൻ്റെ പാട്. എന്താ വിളിക്കണോ? എന്താ വിളിക്കണ സൗണ്ട്? ഇതവിടെ ആനപ്പിണ്ടം. നമ്മളിപ്പം കാട്ടിൻ്റെ അകത്താണ്. ഫൈനലി ആനയെ കണ്ടു. ലോക്കളൊക്കെ ആക്കണില്ലല്ലോ ആന. ഓക്കെ ഓക്കെ. ഫൈനലി നമ്മൾ ആനയെ കണ്ടിരിക്കുന്നു ഗൈസ്. ഒരുപാടുണ്ടോ? നമ്മളിങ്ങനെ പതുക്കെ പാട്ടൊക്കെ കേട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ആന പോകുന്നുണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു 3-4 ആന ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിനകത്ത് നമുക്ക് 2 നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 10-15 ആനയെ കാണാമെന്നാണ് പറയുന്നത്. അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഭാഗത്തൊന്നും ആനയെ കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇത് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ മൊത്തം ആന, നമ്മൾ ഈ വരുന്ന വഴി മൊത്തം ആനപ്പിണ്ടം കണ്ടാണ് വന്നത്. പക്ഷേ ആന ഇതുവരെ കണ്ടില്ല, ഇപ്പോഴാണ് ആനയെ കണ്ടത്. അപ്പം കാത്തിരിപ്പിന് നമുക്ക് വിരാമമായി. അപ്പം നമ്മൾ ആനയെ കണ്ടി. അതാ കരിങ്കുരങ്ങ്, അതാ ഇത് കരിങ്കുരങ്ങ് ഇരിക്കുന്നു. കരിങ്കുരങ്ങ്
ഇതായിരിക്കണം. ഇതാ മുകളിലോട്ട് കയറി പോയി. അപ്പോൾ നമ്മളെ കരിങ്കൊരെങ്ങനെയും കണ്ടിരിക്കുകയാണ്. എന്തോന്നടേ നോക്കുന്നത് ഇങ്ങനെ എന്തോ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഫ്രഷ് മുന്തിരി വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പം നമ്മുടെ ഗവിയിൽ നിന്ന് വരുന്ന വഴിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴേ കമ്പത്തിറങ്ങി കുറച്ച് ഫ്രഷ് മുന്തിരി വാങ്ങി. അപ്പോൾ കൺഫ്യൂഷൻ ഏത് വേണം, എങ്ങനത്തെ വാങ്ങിക്കണം. ആ കൊല കൊള്ളാം കേട്ടോ. കൊല എടുത്താലോ? അത് കൊള്ളാം. അത് ഈ കൊല എടുക്കണോ? അതും കൊള്ളാം. അപ്പോൾ ഞാൻ വയ്ക്കുന്നത് പകുതി കൊല മൊത്തം കൊണ്ട് ഇതിലിപ്പോൾ ഒരുപാട് കൊല നിൽക്കുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിരിക്കുന്നത് അപ്പോൾ വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. ഏതെങ്കിലും ഒരു 5-6 കൊല പറിച്ചെടുത്തു പറിച്ചുകൊണ്ട് പോവാം. അവർ പറഞ്ഞു 5-6 കൊല പറിച്ച് തന്നു കഴിഞ്ഞാൽ എടുത്തോളാം. അപ്പോൾ നമ്മൾ ഗവിയിൽ നിന്ന് ഇപ്പോൾ നേരെ കമ്പത്ത് നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ കമ്പത്ത് നിന്ന് നമ്മൾ ഫ്രഷ് കുറച്ച് മുന്തിരിയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മുന്തിരി തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഈ മുന്തിരി ഓർത്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ മുന്തിരി കഴിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ്. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഗവിയുടെ വിശേഷം കൂടെ അവസാനിക്കുന്നു. മുന്തിരിത്തോട്ടത്തിൽ നിന്നും ക്യാമറാമാൻ സുനിൽ മാമനൊപ്പം കിഷോറുണ്ടനും റോളിഷും. ടാറ്റ, ബൈ ബൈ. അളിയ ടാറ്റ. ടാറ്റ.